യേശുവിൻ നാമത്തിൻ്റെ ശക്തിയും അധികാരവും സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായതാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുദിനവും നാം ഉപയോഗിച്ച് മുൻപോട്ട് യാത്ര ചെയ്താൽ നമ്മുടെ എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ സംരക്ഷണവും വിടുതലും നമുക്ക് അനുഭവിക്കുവാനിടയായിത്തീരും. അത് നേടിയെടുക്കുവാൻ ഒരു ഷോർട്ട് കട്ട് കൊണ്ട് കഴിയുകയില്ല. അതിനായി വ്യക്തമായി ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുകയും ദൈവിക വിശുദ്ധിയും സത്യവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അതെ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി തേജസ്സുള്ളതാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വിടുതൽ പകരുന്നതാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി രോഗികളെ സൗഖ്യമാക്കുന്നതാണ്. അത് അത്ഭുതം പകരുന്നതാണ്. അത് സമാധാനം നൽകുന്നതാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയും ചൈതന്യവും ഓരോ ദിവസവും അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം യേശുവിൻ്റെ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമാണ് എന്ന് പറയുവാൻ കാരണം. മാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. അതെ, അപേക്ഷിക്കുന്നതൊക്കെയും ചെയ്തു തരുവാൻ ശക്തമാണ് യേശുവിൻ്റെ നാമം. എൻ്റെ നാമത്തിൽ അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അതെ, നമ്മുടെ ജീവിതത്തിൽ എന്തുവിധ വിഷയങ്ങളിലൂടെയും നാം ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്നെങ്കിലും എല്ലാ ഭാരങ്ങളുടെയും നടുവിൽ അതിനെ മാറ്റിത്തന്ന് സന്തോഷവും സമാധാനവും ചൈതന്യവും ശക്തിയും നൽകി എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും ചെയ്തു തരുവാൻ ദൈവത്തിന് കഴിയും എന്ന് നാം തിരിച്ചറിയുക. മാത്രമല്ല, കർത്താവിൻ്റെ നാമം ഉദ്ധരിച്ചുകൊണ്ട് രോഗികളുടെ മേൽ കൈവച്ചാൽ അത് നിങ്ങൾക്ക് സൗഖ്യവും നന്മയുമായി തീരും. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം ഒരുക്കി തരുന്ന അവസരങ്ങൾ, സാഹചര്യങ്ങൾ, അവസ്ഥകൾ എല്ലാം ദൈവനാമത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ പര്യാപ്തമാകേണ്ടതിന് ദൈവിക വിശ്വാസത്തോടെ യേശുവിൻ നാമത്തിൻ കീഴിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.